വിതുരനീതി എന്ന പേരിൽ അറിയപ്പെടുന്ന വിതുര ധൃതരാഷ്ട്ര സംവാദം ശ്രീ മഹാഭാരതത്തിൻ്റെ ഉദ്യോഗപർവത്തിലുള്ള ഒരു ഭാഗമാണ്. 8 അധ്യായങ്ങളിലായിട്ട് ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ടതായ ധർമ്മത്തിൻ്റെ നിരവധി വശങ്ങൾ. എന്നാൽ ആ ഉപദേശങ്ങൾ ഒരു ക്രമമായിട്ടുള്ള തത്വങ്ങളല്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു രചനാ രീതി എങ്ങനെയാണ്? ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായങ്ങളോട് കൂടിയിട്ടുള്ള മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദർശന ശാസ്ത്രമാണ്. അതിൽ 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾക്ക് തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടും അതുപോലെ അതിനെ ഒരു സ്വതന്ത്ര കൃതിയായിട്ട് നമ്മൾ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ഉപാസനയൊക്കെ ചെയ്യുന്നുണ്ട്. വിതുരനീതി അല്ലെങ്കിൽ വിതുരോപദേശം എന്ന് പറയുന്ന ഈ 8 അധ്യായങ്ങളിൽ ഈ പറഞ്ഞ ഒരു അനുക്രമം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചില തത്വങ്ങൾ രാജാവ് ചെയ്യേണ്ടതായ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതായ നിരവധി വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിലും പലതും ഒരു സുഭാഷിതം ഓരോ ശ്ലോകവും സ്വതന്ത്രമായിട്ട് എടുത്ത് നമുക്ക് പരിശോധിക്കാനും പഠിക്കാനും പറ്റും. ആ രീതിയിലാണ് വിതുരനീതിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കാരണം അതൊരു അമൃത വചനമായിട്ട്, ഒരു വചനാമൃതമായിട്ട് നമുക്കെന്നും ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലും നമുക്കെന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിലും മനോഹരമായിട്ടും സാഹിത്യസുന്ദരമായിട്ടും അർത്ഥവത്തായിട്ടും പറയുന്ന നിരവധി ഉക്തികൾ, ഓരോന്നും ഓരോ തത്വങ്ങളാണ്, ഓരോ മുക്തകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. സമാനമായിട്ടാണ് പിൽക്കാലത്ത് കബീർദാസ്, തുളസീദാസ്, ഇങ്ങനെയുള്ള, അതുപോലെ ബിഹാരിലാൽ, ഇങ്ങനെ നിരവധി മഹാത്മാക്കളായിട്ടുള്ള സന്ത് കവിമാർ മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള നീതിശാസ്ത്രത്തെ ദോഹ എന്ന രീതിയിൽ ദോഹാവൃത്തത്തിലൊക്കെ തന്നെ അവർ വിവരിച്ചിട്ടുള്ളതും ഈ വിതുരനീതി പോലെയുള്ള നമ്മുടെ പൗരാണികമായിട്ടുള്ള പ്രതിപാദന രീതിയെ സ്വീകരിച്ചുകൊണ്ടാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിപാദന രീതി ഇവിടെ മഹാഭാരതമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വിതുരർ ഒരു പുരാണ കഥ, ഒരു ഇതിഹാസം, അത് സാധാരണ നമ്മൾ ഇതിഹാസ പുരാണങ്ങളിൽ ഏതെങ്കിലും കാര്യം ഉപദേശിക്കുന്ന സമയത്ത് പണ്ട് ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്രാപിതാഹൃന്തീമം ഇതിഹാസം പുരാതനം എന്ന് പറഞ്ഞ് തുടങ്ങും. അത് ഭാഗവതത്തിൽ നമുക്ക് കാണാം, മറ്റു പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഞാൻ പഴയ ഒരു ഇതിഹാസം ഇവിടെ ഉദാഹരിക്കാം. വിരോചനസ്യ സംവാദം കേശിന്യർത്ഥേ സുധന്വന. കേശിനി എന്ന് പറയുന്ന ഒരു രാജകുമാരിക്ക് വേണ്ടി, സുന്ദരിയായ രാജകുമാരിക്ക് വേണ്ടി സുധന്വ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനും അതുപോലെ വിരോചനൻ എന്ന് പറയുന്ന അസുരനും. വിരോചനൻ പ്രഹ്ലാദൻ എന്ന് പറയുന്ന അസുര രാജാവിൻ്റെ മകനാണ്. പ്രഹ്ലാദനെ നമുക്ക് പരിചയമുണ്ട്. വിഷ്ണുഭക്തനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ടുള്ള ഒരു അസുര രാജാവാണ്. എല്ലാ ഗുണങ്ങളും ചേർന്ന ധർമ്മിഷ്ഠനായ ഒരു അസുര ചക്രവർത്തിയായിരുന്നു പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ്റെ മകനാണ്. ധർമ്മിഷ്ഠതയ്ക്കും ദാനശീലത്തിനും പേരുകെട്ട ഒരാൾ തന്നെയാണ് വിരോചനൻ. പക്ഷെ ഇവിടെ വിരോചനൻ ഒരു വിവാദത്തിൽ പെട്ടുപോവുകയാണ്. അത് ഒരു സുന്ദരിയായ രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ടാണ് വിരോചനൻ ആ വിവാദത്തിൽ പെട്ടുപോകുന്നത്. കേശിനി എന്ന് പറയുന്ന ആ രാജകുമാരി അതീവ സുന്ദരിയായിരുന്നു. അവളുടെ സ്വയംവര സമയത്ത് അവളെ സമീപിക്കുകയാണ് വിരോചനൻ എന്നു പേരുള്ള ഈ അസുര രാജകുമാരൻ. അപ്പോൾ വിരോചനൻ വന്ന് പ്രണയാഭ്യർത്ഥന നടത്തി, എന്നെ നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. രൂപേണ അപ്രതിമാരാജൻ വിശിഷ്ടപതി കാമ്യയാ. അപ്രതിമ രൂപസമ്പന്നയായ കുമാരിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഇപ്പോൾ വിരോചനനോട് പറഞ്ഞത്, ഈ കേശിനി എന്താണ് പറഞ്ഞത്? കിം ബ്രാഹ്മണ സുശ്രയാംസോ ദിദിജാസുൽ വിരോചന അഥകേനസ്മ പരിജംഗം സുധന്വ നാധിരോഹതി. ഞാനൊരു ബ്രാഹ്മണനെയാണോ സ്വീകരിക്കേണ്ടത്, അല്ല ഒരു അസുരനെയാണോ സ്വീകരിക്കേണ്ടത്? ആരാണ്? 2 പേരിലും വെച്ചു. സുധന്വാവ് എന്ന പേരുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, മറിച്ച് അസുര രാജാവായ അങ്ങ്. ആരെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിരോചനൻ മറുപടി പറഞ്ഞത്, ഞങ്ങൾ പ്രാജാപത്യാസ്തു വൈ ശ്രേഷ്ഠാഹ. ഞങ്ങൾ പ്രജാപതിയുടെ മക്കളായതുകൊണ്ട് ഞങ്ങൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് ഞങ്ങളുടേതാണ് ഈ ലോകം മുഴുവനും. അത് ദേവന്മാരും മനുഷ്യന്മാർ ബ്രാഹ്മണരായ പോലും ഞങ്ങൾക്ക് ഒപ്പം വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേശിനി പറഞ്ഞു, അങ്ങ് തീരുമാനിച്ചാൽ പോരാ,
അത് തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അങ്ങ് ഇവിടെ താമസിക്കുക. നാളെ രാവിലെ ഇവിടെ ഈ സുധന്വാവ് എന്ന് പറയുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഇവിടെ വരും. 2 പേരോടും ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വിരോചനൻ അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഈ സുധന്വാവ് എന്നു പേരുള്ള ബ്രാഹ്മണൻ, സുധന്വാ എന്നാണ് സംസ്കൃതത്തിൽ, ഞാനത് മലയാളീകരിച്ചിട്ടാണ് സുധന്വാവ്. ഇപ്പം ബ്രഹ്മ എന്നുള്ളത് മലയാളത്തിൽ ബ്രഹ്മാവ് എന്ന് പറയും, മലയാളത്തിൽ പറയുന്ന സുധന്വാവ് എന്നുള്ളത്. അങ്ങനെ വന്ന സമയത്ത് ഈ സുധന്വാവിനെ കേശിനി അർഘ്യപാദ്യാദികൾ ചെയ്ത് സ്വീകരിക്കുകയാണ്. പ്രത്യുത്ഥായ ആസനം തസ്മേ പാദ്യമർഘ്യം ദദവോ പുനഃ. അർഘ്യം പാദ്യം മുതലായ പാദപൂജകളൊക്കെ ചെയ്തിട്ട് ആസനത്തിലിരുത്തി. നേരത്തെ തന്നെ വിരോചനൻ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുധന്വാവ് വന്നിട്ട് വിരോചനോട് പറയുകയാണ്, അന്വാലഭേ ഹിരൺമയം പ്രാഹ്ലാദേ തേ വരാസനം ഏകത്വം ഉപസമ്പന്നോ നത്വാസേഹം ത്വയാ സഹ. അല്ലയോ പുത്രനായ വിരോചന, അങ്ങയുടെ ഈ സിംഹാസനം ഞാനൊന്ന് സ്പർശിക്കാം. ആ സിംഹാസനത്തിൽ ഞാൻ അങ്ങയോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഞാൻ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങയുമായിട്ട് എനിക്ക് ഏകാസനത്തിൽ ഇരിക്കുന്നതിൽ ചെറിയ തടസ്സമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിരോചനം പറഞ്ഞു, അങ്ങനെ തടസ്സം മറ്റൊന്നുമല്ല, അങ്ങ് ഇരിക്കേണ്ടത് സിംഹാസനത്തിലല്ല. തവാർഹതേതു ഫലകം കൂർച്ചം വാപ്യ അഥവാ ബ്രുസി. അങ്ങൊരു ബ്രാഹ്മണനാണ്, അങ്ങിരിക്കേണ്ടത് ഒന്നുകിൽ പലക വെച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ കൂർച്ചം, ഈ ദർഭ കൊണ്ട് 3 ദർഭ പുല്ലുകൊണ്ട് കൂർച്ചം കെട്ടിയിട്ട് ആ കൂർച്ചം വിരിച്ചിട്ട്, അല്ലെങ്കിൽ ദർഭ വിരിച്ചിട്ട് അതിലിരിക്കുക. ഇങ്ങനെ 2-3 തരത്തിലാണ് ബ്രാഹ്മണർ ഇരിക്കാറുള്ളത്. എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അങ്ങക്ക് യോഗ്യതയില്ല, സമാസനന്മാരല്ല നമ്മൾ എന്ന് പറഞ്ഞു. അപ്പോൾ സുധന്വാവ് പറഞ്ഞു, അങ്ങനെ വിചാരിച്ചിട്ടല്ല ഞാൻ ഇരിക്കാത്തത്. പിതാപുത്രോ സഹാസീതാം ദ്വോ വിപ്രോ ക്ഷത്രിയാവപി വൃദ്ധവും വൈശ്യവും ച ശൂദ്രവും ച നത്വന്യാവിതരേതരം. ഇന്നത്തെ ഒരു പ്രമാണം പറയുകയാണ്. അച്ഛനും മകനും ഒരുമിച്ചിരിക്കാം. അച്ഛൻ്റെ സിംഹാസനത്തിൽ മകന് അർദ്ധാസനത്തിൽ മകൻ ഇരിക്കാം. ഇന്ദ്രനും അർജുനനും അങ്ങനെ അർദ്ധാസനത്തിൽ ഇരുന്നിട്ടുണ്ട്. അതുപോലെ 2 വിപ്രന്മാർ, 2 ബ്രാഹ്മണർക്ക് ഒരേ ഇരിപ്പിടത്തിൽ ഒരുമിച്ചിരിക്കാം. 2 വൃദ്ധന്മാർക്ക് ഒരുമിച്ചിരിക്കാം. അതുപോലെ 2 ക്ഷത്രിയന്മാർ, 2 വൈശ്യന്മാർ, 2 ശൂദ്രന്മാർ, ഇങ്ങനെ സമന്മാരായ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാം, ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആസനം പങ്കുവച്ചിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇരിക്കാത്തത്, യോഗ്യത കുറഞ്ഞത് കൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അങ്ങയുടെ അച്ഛനായ പ്രഹ്ലാദൻ എൻ്റെ അടുത്ത് വന്നിട്ട് സമാസീനനായിട്ട് ഇരിക്കുകയല്ല ചെയ്തത്, എൻ്റെ കാൽക്കീഴിലാണ് ഇരുന്ന് എൻ്റെ പാദപ്രക്ഷാളനം, എൻ്റെ പാദസേവ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ അച്ഛൻ അങ്ങയേക്കാൾ ശ്രേഷ്ഠനാണല്ലോ, പേരും പ്രസിദ്ധിയുമുള്ള ആളുമാണ്. പക്ഷേ അങ്ങ് സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിച്ച ഒരു ബാലനായതുകൊണ്ട് പഴയ കഥയൊന്നും അറിയാത്തതാണ് എന്ന് സുധന്വാവ് പറഞ്ഞു. അപ്പോൾ വിരോചനം വിട്ടില്ല. വിരോചനം പറഞ്ഞു, ഹിരണ്യം ച ഗവാശ്വം ച യത് വിത്തം അസുരേഷു ന സുധന്വൻ വിപണേതേന പ്രശ്നം പൃച്ഛാവേ വിദു. നമുക്ക് അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ട് ആർക്കാണ് മഹത്വം, ആർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ എന്നറിയാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുരന്മാരുടെ കയ്യിലുള്ള സ്വർണം, പശുക്കൾ, കുതിരകൾ, ഇതൊക്കെ തന്നെ ഞാൻ പണയമായിട്ട് വെക്കാം, പകരപ്പണമായിട്ട് വെച്ചിട്ട് അങ്ങേക്കാണ് ശ്രേഷ്ഠത എന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ അങ്ങേക്ക് തരും. അല്ല, എനിക്കാണെങ്കിൽ അങ്ങ് തത്തുല്യമായ ധനം എനിക്ക് തരണം. ഇങ്ങനെ നമുക്ക് പണയം വെച്ചുകൊണ്ട് ശ്രേഷ്ഠതയെ തീരുമാനിക്കാം, അറിവുള്ള ആളുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. സുധന്വാവ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല. ഹിരണ്യമൊന്നും വെച്ചിട്ട്, സ്വർണം വെച്ചിട്ടൊന്നും ഞാൻ തയ്യാറല്ല. പശുവോ അശ്വോ ഒന്നും എനിക്ക് വലിയ വിലപ്പെട്ടതല്ല. ഞാനതുകൊണ്ട് പറയുന്നു, പ്രാണവസ്തു പണം കൃത്വ പ്രശ്നം പൃച്ഛാവ ഏ വിദു. പ്രാണനെ പണയം വെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ജയിച്ച ആളിന് തോറ്റ ആൾ അടിമപ്പെട്ടു പോകണം, വേണമെങ്കിൽ കൊല്ലാനുള്ള അധികാരം കൂടി കൊടുക്കുന്ന രീതിയിൽ പ്രാണനെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു തർക്കം നമുക്ക് ഏർപ്പെടാൻ, എന്നിട്ട് അറിവുള്ളവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ വിരോചനം പറഞ്ഞു, അങ്ങനെ ചോദിക്കാം, പക്ഷേ എനിക്ക് ദേവന്മാരുടെ അടുത്തും മനുഷ്യരുടെ അടുത്തും ചെന്നിട്ട് ഈ കാര്യത്തെ തീർപ്പ് കൽപ്പിക്കാൻ, ഒരു മധ്യസ്ഥനായിട്ട് സ്വീകരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധന്വാവ് പറഞ്ഞു, എങ്കിൽ അസുരനായ ഒരാളെ തന്നെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ്? പിതരം തേ ഗവിഷ്യാവ പ്രാണയോർവ്യപണയെ കൃതേ. അങ്ങയുടെ അച്ഛനോട് തന്നെ ചോദിക്കാം. പ്രാണൻ പണയം വെച്ചുകൊണ്ട് പുത്രസ്യാപി സ ഹേതോർഹി പ്രഹ്ലാദോ നാന്തൃതം വതയത്. വിശ്വാസം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രഹ്ലാദൻ എത്രമാത്രം സത്യസന്ധനാണ് എന്ന് എനിക്കറിയാം. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി പോലും അദ്ദേഹം കള്ളം പറയുകയില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ട് പ്രഹ്ലാദ രാജാവിൻ്റെ അടുത്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിരോചനം സ്വീകരിച്ചു, അംഗീകരിച്ചു. 2 പേരും
ക്രുദ്ധരായിട്ടാണ് നേരെ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് വരുന്നത്. പ്രഹ്ലാദൻ ഇവരെ കണ്ട സമയത്ത് അത്ഭുതപ്പെട്ടു. ഇമൗതോ സമ്പ്രദൃശ്യതേയാഭ്യാം ന ചരിതം സഹ. ഇവരെ രണ്ടുപേരും ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ, ഇവർ പരസ്പരം എപ്പോഴാണ് സഖ്യം അല്ലെങ്കിൽ സൗഹാർദ്ദം ഉണ്ടായത് എന്ന് വിചാരിച്ചു. പക്ഷെ സൗഹാർദ്ദമാണെന്ന് തോന്നുന്നില്ല. കാരണം രണ്ടുപേരും ആശീവിഷാവിവ ക്രുദ്ധവും, രണ്ട് സർപ്പങ്ങൾ ക്രുദ്ധരായിട്ട് മത്സരിക്കുന്നത് പോലെയാണ് ഇവർ ക്രോധത്തോടു കൂടിയിട്ടാണ് വരുന്നത്. എന്തായിരിക്കും കാര്യം? എന്നിട്ട് അദ്ദേഹം മകനോട് ചോദിച്ചു, മോനെ വിരോചന, നീ എന്ന് മുതൽക്കാണ് ഈ സുധന്യവുമായിട്ട് സൗഹൃദം ആരംഭിച്ചത്? അപ്പോൾ വിരോചനം പറഞ്ഞു, അച്ഛ എന്നല്ല അവിടെ വിളിച്ചത്, പ്രഹ്ലാദ എന്നാണ് വിളിച്ചത് അച്ഛനെ. കാരണം ഇവിടെ അച്ഛൻ ആയിട്ടല്ല, ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിധി നിർണയം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളായതുകൊണ്ടാകാം പ്രഹ്ലാദ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ പ്രാണൻ പണയം വെച്ചുകൊണ്ട് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് കള്ളം പറയരുത്. ഞങ്ങളിൽ ആരാണ് മാന്യൻ, ഞങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നാണ് ചോദ്യം. പ്രഹ്ലാദൻ മറുപടി പറയുന്നത്, ഉദകം മധുവർക്കം വാ പ്യാനയന്തു സുധന്വനെ ബ്രഹ്മൻ അഭ്യർച്ചനീയോസി ശ്വേതാകവോ പീവരീകൃത. തൻ്റെ ഭടന്മാരോട് പറയാണ്, അല്ലയോ ഭടന്മാരെ, നിങ്ങൾ മധുവർക്കം കൊണ്ടുവരൂ. മധുവർക്കം എന്ന് വെച്ചാൽ ഗോരസം, ഈ തൈര്, അതുപോലെ തേൻ, വെള്ളം മുതലായ ചേർത്തുകൊണ്ടുള്ള ഒരു മധുരപാനീയമാണ്. അതിഥി വന്നു കഴിഞ്ഞാൽ ആദ്യം മധുവർക്കം കൊടുത്തിട്ട് അവരുടെ ക്ഷീണം അകറ്റണം. അതിനുശേഷമാണ് മൃഷ്ടാന്ന ഭോജനം കൊടുക്കേണ്ടത്. മധുവർക്കം കൊണ്ടുവരൂ എന്ന് ആജ്ഞാപിക്കുകയും, അല്ലയോ സുധന്വൻ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് വളരെയധികം ആദരണീയനാണ്, ആരാധ്യനാണ്. അങ്ങക്ക് വേണ്ടി ശ്വേതാ ഗൗ പീവരീകൃത, ഞാൻ ഒരു വെളുത്ത പശുവിനെ, തടിച്ച കൊഴുത്ത വെളുത്ത പശുവിനെ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുധന്വ പറയുകയാണ്, എനിക്ക് ഉദകം വേണ്ട, എൻ്റെ കാലം ഇപ്പോൾ കഴിക്കേണ്ടതില്ല, മധുവർക്കം ഞാൻ വഴിയിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്, അതും എനിക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രഹ്ലാദത്വം തു മേ പഥ്യം പ്രശ്നം പ്രബ്രൂഹി പൃച്ഛതഃ കിം ബ്രാഹ്മണ സുശ്രയം സ ഉദാഹോ സുത് വിരോചന. ബ്രാഹ്മണരാണോ ശ്രേഷ്ഠൻ, അല്ല വിരോചനനാണോ ശ്രേഷ്ഠൻ? ഇതാണ് അങ്ങ് അസത്യം തീണ്ടാതെ അങ്ങ് സത്യം തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഹ്ലാദന് തൻ്റെ മകൻ്റെ പക്ഷത്ത് നിൽക്കണോ അല്ല ഈ ബ്രാഹ്മണൻ്റെ പക്ഷത്ത് നിൽക്കണോ എന്ന സംശയം വന്നു. അദ്ദേഹം പറഞ്ഞു, പുത്ര ഏകോ മമ ബ്രഹ്മൻ ത്വം ച സാക്ഷാദിഹ ആസ്ഥിത. എനിക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ മഹാത്മാവേ. ആ മകന് വേണ്ടിയിട്ടാണോ ഞാൻ സംസാരിക്കേണ്ടത്, അല്ല അങ്ങേ പോലെയുള്ള ഒരു മഹാത്മാവിന് വേണ്ടിയാണോ സംസാരിക്കേണ്ടത്? ഇങ്ങനൊരു വിവാദം എൻ്റെ അടുത്ത് വന്നാൽ എന്നെ പോലുള്ള ഒരാൾ, ഒരു അച്ഛൻ, ധർമ്മിഷ്ഠനായ ഒരാൾ എങ്ങനെയാണ് ഇതിൽ തീരുമാനമെടുക്കുക? ഇതൊരു വിഷയമല്ലേ, ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. സുധന്വാവ് അപ്പോൾ പറഞ്ഞു, ഗം പ്രതദ്യാസ്ത്വൗരസായ യദ്വാന്യസ്യാൽ പ്രിയം ധനം വിവദതോസ്തഥ്യം വാച്യം ച മധ്യമാംസ്ത്വയ. അങ്ങനെപ്പോലുള്ള ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് സ്വന്തം ഔരസപുത്രന് ഭൂമി കൊടുക്കുക, രാജ്യം കൊടുക്കുക, ധനം കൊടുക്കുക, മറ്റ് പ്രിയപ്പെട്ട എന്തും അങ്ങ് കൊടുത്തോളൂ. പക്ഷേ ഇത്തരം രണ്ട് പേര് വിവാദവുമായിട്ട് വന്നാൽ തഥ്യം വാച്യം, സത്യമായിരിക്കുന്ന വാക്കിനെ അങ്ങ് പറയുകയാണ് ചെയ്യേണ്ടത്, നിഷ്പക്ഷമായിട്ട് പറയണം. ഇതാണ് പ്രഹ്ലാദൻ ചോദിച്ചു. അങ്ങനെ പറഞ്ഞില്ല എന്ന് വെക്കുക, സത്യം പറഞ്ഞില്ല എന്ന് വെക്കുക, എന്താണ് അതിൻ്റെ ഫലം? അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് അങ്ങ് പറഞ്ഞു തരൂ. സുധന്വാവ് പറഞ്ഞു, യാം രാത്രി അധിവിന്നാ സ്ത്രീ യാം ചൈവാക്ഷപരാജിത യാം ച ഭാരാഭിതപ്താംഗോ ദുർവിഭക്ത സ്മതാം വസേത്. ഒരു അധിവിന്നാ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു പുരുഷൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് ശേഷം വേറെയും അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആദ്യ ഭാര്യ, രാത്രിയിൽ ആ ആദ്യ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? അവൾക്ക് സപത്നിമാരുണ്ടാകും. ആ സപത്നിമാരുടെ കൂടെ ആരുടെയും കൂടിയായിരിക്കും ഭർത്താവ്. അപ്പോൾ ആ ഭാര്യയ്ക്ക് ഉറങ്ങാൻ സാധിക്കില്ല രാത്രി. അതുപോലെ അക്ഷപരാജിത, ചൂതിൽ തോറ്റവണ് ഉറക്കം വരില്ല. ഭാരാഭിതപ്താംഗ, ഭാരിച്ച ജോലി ചെയ്ത് ക്ഷീണിച്ച് ശരീരം ഇങ്ങനെ ശിഥിലമായി കിടക്കുന്ന ഒരാളിന് രാത്രിയിൽ ഉറക്കം വരില്ല. അതുപോലെ ദുർവിഭക്ത, കള്ളം പറയുന്ന, ദുർവാക്കുകൾ പറയുന്നവനും രാത്രിയിൽ ഉറക്കം വരില്ല. അതാണ് അസത്യം പറയുന്നവൻ്റെ അവസ്ഥ. പിന്നെയോ വേറെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പശ്വനൃതേ ഹന്തി ദശഹന്തി ഗവാനൃതേ. ഞാൻ അതിൻ്റെ മലയാളം മാത്രം പറയാം. ഒരു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പശു, ആട് മുതലായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കള്ളം പറയുന്നവന് 5 തലമുറകളിലേക്ക് അതിൻ്റെ പാപം, അതായത് 5 തലമുറകളിലെ ആളുകൾക്ക് നരകം അനുഭവിക്കേണ്ടി വരും. അതുപോലെ 10 പശുക്കൾക്ക് വേണ്ടി കള്ളം പറയുന്നവൻ, 10 പേരെ പശുവിന് വേണ്ടിയിട്ട് കള്ളം പറയുന്നവൻ്റെ 10 തലമുറ നരകത്തിൽ വീഴും. കുതിരയ്ക്ക് വേണ്ടിയിട്ട് കള്ളം പറയുന്നവന് 100
100 തലമുറകൾ നരകയാതനയാണ്. അതുപോലെ സഹസ്രം പുരുഷാനൃതേ, മനുഷ്യർക്ക് വേണ്ടി പുരുഷന് വേണ്ടിയിട്ട് പുരുഷനെ അധീനത്തിലാക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നവന് 1000 തലമുറയാണ് നരകത്തിൽ പതിക്കുക. ഇങ്ങനെ ചില തത്വങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഹന്ത് ജാതാൻ അജാതാം ച ഹിരണ്യാർത്ഥേനതം വദൻ, സ്വർണത്തിന് വേണ്ടിയിട്ടും ഭൂമിക്ക് വേണ്ടിയിട്ടും കള്ളം പറയുന്നവർ ഇതിനേക്കാൾ വലിയ നരകത്തിലാണ് പതിക്കുക. അവരുടെ തലമുറകളൊക്കെ നശിക്കുകയും നരകത്തിൽ വീഴുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രഹ്ലാദൻ പറഞ്ഞു. പ്രഹ്ലാദൻ തൻ്റെ മകനോട് വിരോചനോട് പറയുകയാണ്, മത്ത ശ്രയാൻ അങ്കിരാവൈ സുധന്വാ ത്വത് വിരോചന മാതാസ്യ ശ്രേയസി മാതുഹു തസ്മാത്വം തേന വൈ ജിത. മോനെ വിരോചന, ഈ സുധന്വാവിൻ്റെ അച്ഛനായ അങ്കിരസ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ഈ സുധന്വാവിൻ്റെ അമ്മ നിന്റെ അമ്മയേക്കാൾ ശ്രേഷ്ഠയാണ്. അപ്പോൾ പിന്നെ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് പറയേണ്ടതില്ലല്ലോ. നീ തോറ്റിരിക്കുന്നു മോനെ, ഈ സുധന്വാവാണ് നിന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വിരോചന സുധന്വായം പ്രാണാനാം ഈശ്വരസ്തവ. ഹേ വിരോചന, നിന്റെ പ്രാണനിൽ ഈ വിരോചനന് അധികാരം വന്നിരിക്കുന്നു, നീ തോറ്റുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു പ്രഹ്ലാദൻ. അപ്പോൾ എന്നിട്ട് സുധന്വാവിനോട് പറഞ്ഞു, സുധന്വൻ പുനരിച്ഛാമി ത്വയാദത്തം വിരോചനം, ഞാൻ അങ്ങയോട് ഒരു കാര്യം യാചിക്കുന്നു, എൻ്റെ മകനെ എനിക്ക് തരണം. ഇതാണ് അദ്ദേഹം പകരമായിട്ട് ഒരു അഭ്യർത്ഥന പ്രാർത്ഥന ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രാണൻ അങ്ങേക്ക് കിട്ടിയിരിക്കുന്നു, വേണമെങ്കിൽ കൊല്ലുകയോ വളർത്തുകയോ അടിമയാക്കിയൊക്കെ വെക്കാം, പക്ഷെ ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്, എൻ്റെ മോനെ, ഏകപുത്രനാണ്, ഒറ്റ മോനാണ്, മോനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. സുധന്വ പറഞ്ഞു, യദ്ധർമ്മം അവണീതാസ്ത്വം ന കാമാദനതം വദീഹി പുനർദദാമിതേ പുത്രം തസ്മാത് പ്രഹ്ലാദ ദുർലഭം. അങ്ങ് ധർമ്മത്തെ സ്വീകരിച്ചു, കാമം കൊണ്ട് കള്ളത്തെ പറഞ്ഞില്ല, അനൃതം പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രനെ തിരിച്ചു തരുന്നു. ദുർലഭമായ ഒരു വരം, അനുഗ്രഹം ഞാൻ അങ്ങേക്ക് തരുന്നു, ഞാൻ നേടിയ പുത്രനെ അങ്ങക്ക് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞ്, ശേഷം പ്രഹ്ലാദ പുത്രസ്തേ മയാദത്തോ വിരോചന, ഞാൻ അങ്ങക്ക് ഈ വിരോചനെ തിരിച്ചു തരുന്നു, പകരമായിട്ട് ഇവൻ എൻ്റെ ഈ കന്യകയുടെ കേശിനിയുടെ മുന്നിൽ വെച്ച് എൻ്റെ പാദം കഴുകണം, ഞാനാണ് ശ്രേഷ്ഠനെന്ന് അവൻ സ്വയം അംഗീകരിക്കണം എന്നർത്ഥം. ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് മകനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് വിതുരർ ഈ കഥ പറഞ്ഞിട്ട് ധൃതരാഷ്ട്രരോട് പറയുകയാണ്. എന്താണ് ധൃതരാഷ്ട്രർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം മകന് ഐശ്വര്യവും അധികാരവും അതുപോലെ സാമ്രാജ്യവും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് അസത്യത്തെ, കള്ളത്തെ, കാപട്യത്തെ ആശ്രയിച്ചാൽ എന്താണ് ഇതിൻ്റെ ഫലം? പ്രഹ്ലാദൻ ദാ നിനക്ക് മാതൃകയാണ്. സ്വന്തം മകനും അന്യൻ്റെ പുത്രനും തമ്മിലൊരു വിവാദം വന്നപ്പോൾ സ്വന്തം മകനെ വിട്ട് സത്യത്തെയാണ് അദ്ദേഹം പിന്തുണച്ചത് എന്ന കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ധൃതരാഷ്ട്രർക്ക് കേൾക്കേണ്ടതായ കഥ തന്നെയാണ് ഈ കഥ. നമുക്കും ഒക്കെ ഇത് വലിയൊരു മാതൃകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനോഹരമായിട്ടുള്ള ഒരു വാക്യം ഇവിടെ വിതുരർ പറയുകയാണ്. ന ദേവാ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവത് ജന്തു രക്ഷിതമിച്ഛന്തി ബുദ്ധ്യാ സംവിഭജന്തി തം. ഇത് എല്ലാവരും എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്, എന്നും ഓർക്കേണ്ട ഒരു ശ്ലോകമാണ്, വളരെ പ്രധാനമാണ്. എന്താണ്? ന ദേവാ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവത് ജന്തു രക്ഷിതമിച്ഛന്തി ബുദ്ധ്യാ സംവിഭജന്തി തം. എന്താണെന്ന് വെച്ചാൽ, ദേവന്മാരെ ആരും മനുഷ്യരായ നമ്മളെ പശുവിനെ ആ പശുപാലകനായ ഇടയൻ ഗോപൻ പാലിക്കുന്നത് പോലെ ഒരു വടിയുമായിട്ട് കൂടെ വന്ന് ആരെയും ദേവന്മാർ രക്ഷിക്കുകയില്ല. ആരെയാണോ ദേവന്മാർ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ബുദ്ധിയെ കൊടുക്കും എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മറ്റും ദേവന്മാർ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതരുത്. നമുക്ക് സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്താണ് ഇന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി ബുദ്ധിയുടെ രൂപത്തിൽ തന്നിട്ട് നമ്മളെ ഇഷ്ടം പോലെ മേയാൻ വിട്ടിരിക്കുകയാണ് ദേവന്മാർ. അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സത്യത്തെയും ധർമ്മത്തെയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അഹിതമായതിനെ ചെയ്യാതെ, ഹിതകരമായ പ്രവർത്തികൾ ചെയ്ത്, തൽക്കർമ്മങ്ങൾ ചെയ്ത്, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ, പാപം ചെയ്യാതെ, പുണ്യം ചെയ്ത്, കീർത്തിക്ക് വേണ്ടി ശ്രമിച്ച് ദുഷ്കീർത്തി ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ബുദ്ധി കൊണ്ട് ദുഃഖത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിയെ തന്നിരിക്കുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ തന്നെ വേണ്ടൊരു വിധം നമ്മളെ തന്നെ രക്ഷിക്കാതെ ദേവന്മാരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ദേവന്മാർ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള, ഇത് ഭൗതികവാദപരമാണ് എന്ന് തോന്നുമെങ്കിലും ഇത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളുടെ ഒരു സാരസർവസ്വമായിട്ടൊരു വാക്യമാണ്. അവനവൻ തന്നെയാണ് അവനവനെ രക്ഷിക്കുന്നത്. അവനവൻ്റെ സദ്ബുദ്ധി, അവനവൻ്റെ ബുദ്ധി വേണ്ട വിധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു രക്ഷകൻ്റെ ആവശ്യമില്ല.
നമ്മൾ തന്നെ നമ്മുടെ രക്ഷകനായി തീരും എന്ന കാര്യമാണ് ഇവിടെ വിതുരർ ഓർമ്മിപ്പിക്കുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു തത്വമാണ്, മനുഷ്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ അല്ലെങ്കിൽ അറിയേണ്ടതായ ഒരു തത്വം കൂടിയാണ് ഇത്.